ആസ് വി ഓൾ എക്സ്പെക്ടഡ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മൈക്കിൾ സ്റ്റാഹറയെയും ടീമിനെയും പുറത്താക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് 4 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. വീണ്ടും ഇവാൻ വുക്കോനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് മടങ്ങി വരുമോ? നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു മാറ്റം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ വരാൻ പോവുകയാണ്. വീഡിയോയിലോട്ട് ഡീപ്പായി കടക്കുന്നതിനേക്കാൾ മുമ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൈക്കിൾ സ്റ്റാഹറയുടെ അണ്ടറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 12 മത്സരങ്ങൾ കളിച്ചപ്പോൾ വെറും 3 വിജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ സാധിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സും മിഗായൽ സ്റ്റാറയും നിലവിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് നിലവിൽ വേർപിരിഞ്ഞിട്ടുള്ളത്. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് മിഗായൽ സ്റ്റാറയ്ക്ക് 4 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. കാരണം എന്തെന്ന് ഞാൻ വ്യക്തമാക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് മിഗായൽ സ്റ്റാറയെ പുറത്താക്കിയത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് തീരുന്നതിന് മുൻപാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് 4 കോടി എന്ന് പറയുന്ന കോമ്പൻസേഷൻ എമൗണ്ട് മിഗായൽ സ്റ്റാറയ്ക്കും ടീമിനും നൽകണം. കുറച്ചധികം ആഴ്ചകളായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറയുന്ന ഒരു കാര്യമാണ് ഇവാൻ ആശാനെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. എന്നാൽ ഇപ്പോൾ കോച്ചിനെ പുറത്താക്കിയതിന് പിന്നാലെ ആരാധകർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇവാൻ മടങ്ങി വരുമോ എന്നാണ്. വിത്ത് ഓൾ റെസ്പെക്ട് ടുവേർഡ്സ് ഇവാൻ, ഐ ഹാവ് ടു ക്ലിയർ വൺ തിങ്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ അത് ഇവാൻ ആശാൻ ആയിരിക്കുകയില്ല. ഇവാൻ അല്ലെങ്കിൽ ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനാകാൻ പോകുന്നത്? അതുപോലെ മുൻ മുംബൈ സിറ്റി പരിശീലകനായ ഡസ് ബക്കിംഗ്ഹാമുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്ന റൂമറും വെറുതെയാണ്. നിലവിൽ മാർക്കസ് മെർഗലാവോ പറഞ്ഞത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇവാൻ ആശാനും ഇല്ല, അതുപോലെ ഡസ് ബക്കിംഗ്ഹാമും ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ SD ആയ കരോളിസ് ഈ സീസണിന്റെ അവസാനത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങിയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ 2028 വരെ അദ്ദേഹത്തിനും കോൺട്രാക്ട് ബാക്കിയുണ്ട്. ക്ലബിലെ വമ്പൻ അഴിച്ചുപണികളുടെ ഭാഗമായിട്ടാണ് SDയെയും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുറത്താക്കാൻ പോകുന്നത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കരോളിസിനെ നമുക്കറിയാം, അദ്ദേഹം മികച്ച ഫോറിൻ റിക്രൂട്ട്മെന്റ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. കമന്റ് യുവർ വാല്യുബിൾ പോയിന്റ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.